Welcome all. Today's our discussing topic is Unit 2 Accounting for Dependent Branches in Block 5. Let's start. First of all, let's see the introduction. As has been stated earlier, dependent branches does not maintain books of accounts and wholly depend on head office. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതെല്ലാം ഹെഡ് ഓഫീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന്. All the transactions which take place between the head office and the branches are recorded in the books of head office. അതായത് ഹെഡ് ഓഫീസുമായും ഇത്തരം ബ്രാഞ്ചസുമായും ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ഈ ഒരു ഹെഡ് ഓഫീസിലെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് താഴെ പറയുന്നവ. First one, debtor system. Second one, stock and debtor system. Third one, financial account system. And last one, wholesale branch system. Here we discuss the first two systems. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ രണ്ട് സിസ്റ്റമായിട്ടുള്ള ഡെപ്റ്റർ സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹെഡ് ഡെപ്റ്റർ സിസ്റ്റം ആണ്. അണ്ടർ ദിസ് സിസ്റ്റം ദ ഹെഡ് ഓഫീസ് prepares the branch account for each branch in which it records all transactions relating to the branch. ഈ ഒരു സിസ്റ്റത്തിലെ, അതായത് ഡെപ്റ്റർ സിസ്റ്റത്തിലെ ഹെഡ് ഓഫീസ് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു അക്കൗണ്ടിലാണ് ആ ഒരു ബ്രാഞ്ചുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. ദ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണെന്ന് പറയാം. ദിസ് അക്കൗണ്ട് ബീങ് എ നോർമൽ അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ട് ഒരു നോർമൽ അക്കൗണ്ടാണ്. The main purpose of this method is to ascertain the profit or loss made by each branch. ഇത്തരത്തിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ബ്രാഞ്ച് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്നത് എന്നറിയാൻ വേണ്ടി. ദിസ് മെത്തേഡ് ഈസ് ഫോളോഡ് വെൻ ദ സൈസ് ഓഫ് ദ ബ്രാഞ്ച് ഈസ് സ്മോൾ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് സ്മോൾ സൈസ് ബ്രാഞ്ചുകൾക്കാണ്. Head office may send goods to the branch either at cost price or selling price, അതായത് ഇൻവോയ്സ്. ഇവിടെ ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിലോ ആയിരിക്കും. സോ ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദിസ് കേസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്രൈസ് മെത്തേഡും ആൻഡ് സെക്കൻഡ് വൺ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. ഫസ്റ്റ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഈ ഒരു മെത്തേഡിൽ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹെഡ് ഓഫീസിന് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. കോസ്റ്റ് പ്രൈസ് മീൻസ് പർച്ചേസ് പ്രൈസ് പ്ലസ് പർച്ചേസ് എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ദ ഗുഡ്സ്. ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്നത് നമുക്കറിയാം പർച്ചേസ് പ്രൈസിനോട് കൂടെ പർച്ചേസ് എക്സ്പെൻസുകൾ, അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ കടത്തുകൂലി, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എല്ലാം ഉൾപ്പെടെയുള്ള ഇൻസ്റ്റാളേഷൻ ചാർജസ് ഉൾപ്പെടെയുള്ള പർച്ചേസ് എക്സ്പെൻസ് ഉൾപ്പെടെ വരുന്ന കോസ്റ്റുകളാണ് കോസ്റ്റ് പ്രൈസിൽ വരുന്നത്. ദ ഫോളോയിങ് ആർ ദ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഈ ഒരു കേസിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കേസ് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ്. സ്റ്റോക്ക്, പെറ്റി ക്യാഷ്, മറ്റ് അസറ്റ്സ് തുടങ്ങിയ അസറ്റ്സുകൾ ഓപ്പണിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വരുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം പറയുന്നത്. എൻട്രി ഇങ്ങനെയാണ്: ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസറ്റ്സ് ഓർ ഇൻഡിവിജ്വലി ഓരോ അസറ്റ്സും എഴുതുക അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. നെക്സ്റ്റ് എൻട്രിയാണ് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസ്. ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാൻ ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് ഓരോ ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി എഴുതും ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇങ്ങനെയാണ് എൻട്രി വരുന്നത്. നെക്സ്റ്റ് ഫോർ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. ഇങ്ങനെയാണ് എൻട്രി വരുന്നത്. Similarly, losses due to wastage and other loss of stock due to normal or abnormal reasons are also completely ignored under this method. നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളും സ്റ്റോക്കിനുണ്ടാകുന്ന നഷ്ടങ്ങളും വേസ്റ്റേജുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും ഈ ഒരു മെത്തേഡിൽ മുഴുവനായും ഒഴിവാക്കപ്പെടുന്നു. The main problem of this method is that it does not provide full information for analysis of branch profit and loss. ഈ ഒരു മെത്തേഡിൻ്റെ മെയിൻ പ്രോബ്ലം എന്തെന്നാൽ ഒരു ബ്രാഞ്ചിനെ കുറിച്ചിട്ടുള്ള
ഫുൾ അനലൈസിൽ ഇവിടെ നടക്കുന്നില്ല, അതായത് ഫുൾ ഇൻഫോർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടെത്താനുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ ലഭിക്കുന്നില്ല. ടു ഓവർകം ദിസ് പ്രോബ്ലം എ സെപ്പറേറ്റ് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹാസ് ടു പ്രിപ്പയർ. ഈ ഒരു പ്രോബ്ലം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവർകം ചെയ്യാനായി ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, വിച്ച് ഇസ് എ മെമ്മോറണ്ടം അക്കൗണ്ട് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇതൊരു മെമ്മോറണ്ടം അക്കൗണ്ട് ആണെന്ന് പറയാം. ഇത് ഫുൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമല്ല. ആൻഡ് in short, branch account is debited with the opening balance of branch assets, goods sent to branch account, cash sent for expense of the branch, and branch liabilities at the end and credited by branch liabilities at the beginning, cash received for remittance, goods returned to head office and closing balances of branch assets. മുകളിൽ പറഞ്ഞവയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സൈഡ്സ് വിൽ ബി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബ്രാഞ്ച്. ഈ രണ്ട് സൈഡിലും വരുന്ന ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ബാലൻസ് അല്ലെങ്കിൽ ഡിഫറൻസുകളാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയി ബ്രാഞ്ചിൻ്റെ കണക്കാക്കുന്നത്. ആൻഡ് സ്പെസിമെൻ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ്. നമുക്കിവിടെ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു സ്പെസിമെൻ തന്നിട്ടുണ്ട്. ടു സൈഡ്സ് ഉണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ അതായത് ഡെബിറ്റ് സൈഡിൽ ഒരു ബാലൻസ് ബ്രോ ഡൗൺ പറഞ്ഞിട്ട് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ചെയ്തും, ദെൻ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ് അക്കൗണ്ട്, അതർ അസറ്റ്സിൻ്റെ അക്കൗണ്ട്സ്, to goods and to branch, bank account, remittances by head office, cash sent for expenses, petty cash, balance carried down, that means closing balance of branch liabilities, creditors account, outstanding expenses, and general profit and loss account. Profit ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഏതും ഇത്തിരി ഐറ്റംസ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരിക. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ വരും. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ദെൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്, ബൈ ബാങ്ക് അക്കൗണ്ട്, ഫ്രം റെമിറ്റൻസ് ഓഫ് ഹെഡ് ഓഫീസ്, ക്യാഷ് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്, ദെൻ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ആണ് ഇവിടെ വരുന്നത്. ദെൻ ബൈ ബാലൻസ് ക്യാരി ഡൗൺ, അത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ചസസ് ആണ് വരുന്നത്. സ്റ്റോക്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് അക്കൗണ്ട്, കൂടാതെ അതർ അസറ്റ്സ് അക്കൗണ്ട്സിൻ്റെ ബാലൻസുകളിൽ വരും. ദെൻ ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ സ്പെസിഫിക് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. മിനു ആൻഡ് കമ്പനി ഓഫ് ബാംഗ്ലൂർ ഹാസ് ദെയർ ബ്രാഞ്ച് അറ്റ് കാലിക്കറ്റ് വിച്ച് സെൽസ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓൺലി. മിനു ആൻഡ് കമ്പനിക്ക് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അതിനൊരു ബ്രാഞ്ച് കാലിക്കറ്റിലുണ്ട്. ദെൻ അവർ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് ക്യാഷ് പ്രൈസിനാണ്, അതായത് ക്രെഡിറ്റ് സെയിൽസ് ഇല്ല. The following are the transactions between head office and branch for the year ending 31st December 2024. താഴെ പറയുന്നവയാണ് ഇവരുടെ ട്രാൻസാക്ഷൻസ് വരുന്നത് ഹെഡ് ഓഫീസുമായി റിലേറ്റ് ചെയ്തിട്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1st January 2024 2 lakh തന്നിട്ടുണ്ട്. ഗുഡ്സ് സപ്ലൈ ടു ബ്രാഞ്ചിന് ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത് 5 lakhനാണ്. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ റെൻറ്റിനായിട്ട് ബ്രാഞ്ചിലേക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട് 2000. അതർ എക്സ്പെൻസസിന് 1000 പേ ചെയ്തിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡ്യൂറിങ് ദ ഇയർ, ബ്രാഞ്ചിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്യാഷ് 6 lakh ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് വന്നത് 31st December 2024 1,50,000. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ 100 ആണ് വന്നിരിക്കുന്നത്. ഫ്രം ദ എബവ് ഇൻഫോർമേഷൻ പാസ് നെസസറി ജേണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്സ്. അതായത് കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ജേണൽ എൻട്രീസ് ആണ് താഴെ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് അതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഫസ്റ്റ് ഡേറ്റ് കോളമാണ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എഴുതണം. ജേണൽ എൻട്രി ഫോർമാറ്റ് നമുക്കറിയാം. ദെൻ 1st January 2024 ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണം. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് 2 lakh ആണ് വരുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നരേഷൻ ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ്. സെക്കൻഡ് എൻട്രി വരുന്നത് കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തതാണ് 5 lakh ചെയ്ത്. നെക്സ്റ്റ് എൻട്രി വരുന്നത് കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അതിൻ്റെ നരേഷൻ ചെയ്യുന്നത് ക്യാഷ് ആൻഡ് ടു ബ്രാഞ്ച് ഫോർ മീറ്റിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ടോട്ടലായിട്ട് റെൻറ്റ് 2000, അതർ എക്സ്പെൻസ് 1000 പറഞ്ഞ് ടോട്ടൽ 3000 കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ചിലേക്ക്, അത് എഴുതുക. നെക്സ്റ്റ് എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. അത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ചാണ്. ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് റിസീവ് ചെയ്ത ക്യാഷാണ് 6 lakh. എമൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ഡേറ്റ് വരും 31st December 2024 ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ
ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ് വരിക. സ്റ്റോക്ക് 1,50,000 ആണ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. പെറ്റി ക്യാഷ് അക്കൗണ്ട് ബാലൻസ് 100 രൂപയാണ്. ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ 1,50,100 റുപ്പീസാണ് ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നരേഷൻ ചെയ്ത ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡാണ്. നെക്സ്റ്റ് എൻട്രി കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 47,100. ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുക കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പ്രീ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റാണ്. അത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ലഭിക്കുന്ന എമൗണ്ടാണ്. നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അക്കൗണ്ടിൽ ഫസ്റ്റ് ടു ബാലൻസ് ബ്രോ ഡൗൺ വന്നിട്ട് സ്റ്റോക്കിൻ്റെ ബാലൻസ് 2 lakh, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് 5 lakh. ദെൻ ക്യാഷ് അക്കൗണ്ടിൽ എക്സ്പെൻസുകൾ വന്ന് റെൻറ്റ് 2,000, അതർ എക്സ്പെൻസ് 1,000, ടോട്ടല് 3,000. ഇത്രയും ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ബൈ ക്യാഷ് അക്കൗണ്ട് 6 lakh ആൻഡ് ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത് സ്റ്റോക്ക് അക്കൗണ്ട് 1,50,000. പെറ്റി ക്യാഷ് വരുന്നത് 100 ആണ്. ടോട്ടല് 1,50,100 കിട്ടും. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. പ്രോഫിറ്റ് ആയിട്ട് 47,100 കിട്ടും. ഈ ഒരു എമൗണ്ടാണ് നമ്മൾ എൻട്രി ആയിട്ടുള്ള കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വന്നിട്ട് 47,100 എഴുതുന്നത്. അങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത്. ബാലൻസ് ചെയ്യുക, എഴുതുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നോമിനൽ അക്കൗണ്ട് പോലെയാണെന്ന്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകംസും ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് ഈ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതും ഡെബിറ്റ് ചെയ്യുന്നതും. ദെൻ ഹെഡ് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫിഗേഴ്സ് ആണ്. When any information relating goods sent to branch, closing debtors or opening debtors, branch stock etc. are missing, the missing information must be ascertained first. To ascertain any information related to stock and debtors, memorandum stock etc. account and memorandum branch debtors account may be prepared. ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സിനെ കുറിച്ചോ ബ്രാഞ്ചിൻ്റെ സ്റ്റോക്കിനെ കുറിച്ചോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ഫസ്റ്റ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ അസർട്ടൈൻ ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്തിട്ട് ഡെപ്റ്റേഴ്സിൻ്റെയും സ്റ്റോക്കിൻ്റെയും മെമ്മോറണ്ടം സ്റ്റോക്ക് അക്കൗണ്ട്, മെമ്മോറണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തുടങ്ങിയവ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മിസ്സിംഗ് ഫിഗേഴ്സിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൈൻ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്. ബ്രാഞ്ച് ട്രാൻസാക്ഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് നെക്സ്റ്റ് പെറ്റി എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് ഔട്ട് ഓഫ് പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പെറ്റി എക്സ്പെൻസസ് ബ്രാഞ്ച് പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. പെറ്റി എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ ഔട്ട് ഓഫ് പെറ്റി ക്യാഷ് ആർ നോട്ട് ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത്തരത്തിൽ പെറ്റി ക്യാഷ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പെറ്റി എക്സ്പെൻസസ് ബ്രാഞ്ച് മാനേജർ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ആൻഡ് ഫർദർ സം സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ദി ബ്രാഞ്ച്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ആകെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമാണ് ഡെബിറ്റ് ചെയ്യുള്ളൂ. ഇത് കൂടാതെ അഡീഷണലായി വരുന്ന സമ്മുകളെല്ലാം ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ ക്ലോസിംഗ് ടൈമിൽ ദ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ്. ക്ലോസിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഓപ്പണിംഗ് ബാലൻസും പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും മാത്രമാണ് ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ചുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന്. എക്സ്പെൻസസ് ആക്ച്വലി പെയ്ഡ് ബൈ എ ബ്രാഞ്ച് ആർ നോട്ട് ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. സാധാരണയായി ഇത്തരത്തിൽ എക്സ്പെൻസുകൾ പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കാറില്ല. ബട്ട് ദ എമൗണ്ട് റെമിറ്റഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ഫോർ മീറ്റ് എക്സ്പെൻസസ് ഈ ഡെബിറ്റഡ് ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. പക്ഷേ ഹെഡ് ഓഫീസിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബ്രാഞ്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ബ്രാഞ്ച് ഇസ് ലെസ്, ദ ക്യാഷ് ബാലൻസ് ഈസ് ഷോൺ ഇൻ ദ പാർട്ട് ഓഫ് ദ ക്ലോസിംഗ് ബാലൻസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും എമൗണ്ട് ബ്രാഞ്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്യാഷ് ബാലൻസ് നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. കൂടാതെ അത് ക്ലോസിംഗ് ബാലൻസിൻ്റെ ഭാഗമായി കാണിച്ച് അത് ബാലൻസ് ചെയ്ത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ആ ഒരു എമൗണ്ട് ലെസ് ചെയ്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസുമായി അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ടിലെ ഡിപ്രീസിയേഷൻ
അത് റിലേറ്റഡ് ടു ഫിക്സ്ഡ് അസറ്റ്സ് കാണിക്കുകയില്ല. ബട്ട് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് അക്കൗണ്ട് ആഫ്റ്റർ ഡിഡക്ഷൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. എന്നാൽ ബ്രാഞ്ച് അക്കൗണ്ടിലെ ഇത്തരത്തിൽ ഫിക്സ്ഡ് അസറ്റ്സിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചു വരുന്ന എമൗണ്ട് ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കും. നെക്സ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ക്രെഡിറ്റ് സെയിൽസ്, ബാഡ് ഡെബ്റ്റ്സ്, സെയിൽസ് റിട്ടേൺസ്, അലവൻസുകൾ ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് റിലേറ്റഡ് ടു ബ്രാഞ്ച് തുടങ്ങിയ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ദീസ് ഐറ്റംസ് ആർ റിലേറ്റഡ് ടു ദി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് വിൽ നോട്ട് ബി ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത്തരം ഐറ്റംസൊക്കെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇത് കാണിക്കില്ല. However, these items are considered while calculating the amount of opening or closing debtors or the amount received from debtors which are shown in the branch account. അതുകൊണ്ട് തന്നെ ഇത്ര ഐറ്റംസ് നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, അതായത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ട് ഉൾപ്പെടെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ബൈ ദ ബ്രാഞ്ച്. ബ്രാഞ്ച് പർച്ചേസ് ചെയ്യുന്ന ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വെൻ ദ ബ്രാഞ്ച് ഹാസ് പർച്ചേസ്ഡ് എനി ഫിക്സ്ഡ് അസറ്റ്സ് ഫോർ ക്യാഷ്, ദെൻ ഓൺ വൺ ഹാൻഡ് branch account will be credited by the head office, and on the other hand the remittance from the branch to head office is to deduct from the by the amount. അതായത് ഇത്തരത്തിലുള്ള ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശത്ത് നമ്മൾ നോക്കുക ബ്രാഞ്ച് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഹെഡ് ഓഫീസിൽ ക്രെഡിറ്റ് ചെയ്യുകയും മറ്റൊരു വശത്ത് ഇത് റെമിറ്റ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്തിട്ട്, അതായത് ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസിൽ ആ ഒരു എമൗണ്ട് പർച്ചേസ് ചെയ്ത എമൗണ്ട് കുറച്ച് കാണിക്കുകയും ചെയ്യും. ഇഫ് ദ ബ്രാഞ്ച് ഹാസ് പർച്ചേസ് ഫിക്സ്ഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ബേസിസ്, എന്നാൽ ക്രെഡിറ്റ് ബേസിലാണ് പർച്ചേസ് ചെയ്തെങ്കിൽ ദ ലയബിലിറ്റി അറൈസിംഗ് ഫ്രം ദ സച്ച് പർച്ചേസസ് ഷുഡ് ബി ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് അക്കൗണ്ട്. അത് നമുക്ക് ലയബിലിറ്റി ആണെന്ന് നമുക്കറിയാം. അത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കും ആസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി. കൂടാതെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടാണ് അത് കാണിക്കുക. നെക്സ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ സെയിലുമായി റിലേറ്റ് ചെയ്തിട്ട്, ഇഫ് ദ സെയിൽ ഈസ് ഫോർ ക്യാഷ്, ക്യാഷിനാണ് സെയിൽ നടത്തുന്നതെങ്കിൽ ക്യാഷ് റെമിറ്റൻസ് ഫ്രം ദ ബ്രാഞ്ച് വിൽ ഇൻക്രീസ് ബട്ട് അസറ്റ്സ് വിൽ റെഡ്യൂസ് ഇൻ വാല്യൂ ടു ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് അക്കൗണ്ട്. അസറ്റ്സിൻ്റെ സെയിൽ നടക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുകയും ക്യാഷ് ഇൻക്രീസ് ചെയ്തും കാണിക്കും. സോ ഇത് ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഈ റെഡ്യൂസ് ചെയ്ത വാല്യൂ, അസറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്ന വാല്യൂ കാണിക്കുന്നത്. കൂടാതെ ലോസ് ഓർ പ്രോഫിറ്റ് അറൈസിംഗ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് വിൽ നോട്ട് ബി ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത്തരത്തിൽ ഫിക്സ്ഡ് അസറ്റ്സ് സെയിൽ നടന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആ ഒരു എമൗണ്ട് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുകയില്ല. നെക്സ്റ്റ്, അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്രാഞ്ച് റിസീവിംഗ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് മേക്കിംഗ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഇവിടെ നോട്ട് നൽകിയിട്ടുണ്ട്. സംടൈംസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഓർ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇൻ സച്ച് കേസ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ടു ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫിഗേഴ്സ്. ചില കേസുകളിൽ ചില ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസും ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും തന്നിട്ടില്ലെങ്കിൽ ഇത്തരം കേസുകളിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മിസ്സിംഗ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ ആ ഫിഗേഴ്സ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്പെസിമെൻ ഓഫ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് സ്പെസിമെൻ തന്നിട്ടുണ്ട്, അത് നോക്കാം. ഡെബിറ്റ് സൈഡിലെ ടു ബാലൻസ് പ്രോ ഡൗൺ ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്, ബിൽസ് റിസീവബിൾ, ഡിസോണഡ് തുടങ്ങിയ ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിലെ ബൈ ക്യാഷ് അക്കൗണ്ടിൽ റിട്ടേൺ ഇൻവേർട്സ് അക്കൗണ്ട്സ്, അലവൻസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട്സ് അക്കൗണ്ട്, ബാഡ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തുടങ്ങിയ ഐറ്റംസും വരും. ദെൻ ബാലൻസ് ചെയ്യും. ഇത്രയും ഐറ്റംസാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നുള്ളൂ. ഇതുമായി റിലേറ്റ് ചെയ്ത് പ്രോബ്ലം നോക്കാം. ഭാരത് കമ്പനി ഹാസ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് അറ്റ് ഡൽഹി ആൻഡ് ബ്രാഞ്ച് അറ്റ് കാൺപൂർ. ഭാരത് കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലും അതിൻ്റെ ഒരു ബ്രാഞ്ച് കാൺപൂരാണുള്ളത്. ദിസ് ബ്രാഞ്ച് സെൽസ് ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ക്രെഡിറ്റ്. ഈ ഒരു ബ്രാഞ്ചിൽ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും നടക്കുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിച്ച് ടു പ്ലേസ് ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് ഓഫീസ് ഇൻ ദ ഇയർ 2024. നമ്മളോട് പല ട്രാൻസാക്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ട് ബ്രാഞ്ച് അക്കൗണ്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ടാണ്. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ബാലൻസ് പ്രോ ഡൗൺ തന്നിരിക്കുന്നത് സ്റ്റോക്കിൻ്റെയും ഡെപ്റ്റേഴ്സിൻ്റെയും പെറ്റി ക്യാഷിൻ്റെയും ബാലൻസുകളാണ്. സ്റ്റോക്ക് 1 lakh വരുന്നുണ്ട്, ഡെപ്റ്റേഴ്സ് 50,000, പെറ്റി ക്യാഷ് ബാലൻസ് വരുന്നത് 300 ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 1,50,300 ആണ് ബാലൻസ് പ്രോ ഡൗൺ ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്.
നെക്സ്റ്റ് ഐറ്റം ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ആണ്. ക്യാഷ് എക്സ്പെൻസ് ആണ് വരുന്നത്. അതിൻ്റെ റിലേറ്റ് ചെയ്ത് വന്ന എക്സ്പെൻസ് 3,50,000 ആണ്. ക്യാഷ് എക്സ്പെൻസുകളായി റിലേറ്റ് ചെയ്തിട്ട് 20,000. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് സെയിൽ നടന്നതിൽ നിന്നും 2 lakh കിട്ടിയിട്ടുണ്ട്. ആൻഡ് അനദർ ക്യാഷ് റിസീപ്റ്റ് ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെബ്റ്റേഴ്സ് 1 lakh. ദെൻ ടോട്ടൽ ക്യാഷ് കിട്ടിയിരിക്കുന്നത് 3 lakh ആണ്. അത് ഔട്ടർ കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, അത് റിട്ടേൺസ് വന്നതാണ് 5,000. നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ, അത് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബ്രാഞ്ചിൻ്റെ 60,000. ബ്രാഞ്ചിൻ്റെ ഡെബ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് 2 lakh വന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെബ്റ്റേഴ്സും ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്കും ടോട്ടൽ വരുമ്പോൾ 2,60,000 ആണ് വരുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ 5,65,000 ടോട്ടൽ വരും. ദെൻ ബാലൻസ് എമൗണ്ട് ആയിട്ട് പ്രോഫിറ്റ് ഫിഗർ ആണ് കിട്ടിയത്. ബാലൻസ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ട് 44,700 ആണ് ഈ ഒരു അക്കൗണ്ട് ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ബ്രാഞ്ച് ഡെബ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് 2 lakh. അതെങ്ങനെയാണ് കണ്ടെത്തിയെന്ന് നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് ഡെബ്റ്റേഴ്സ്. ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ബാലൻസ് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ഡെബ്റ്റേഴ്സ് വരുന്നത് 50,000 ആണ്. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽ വന്നിട്ടുണ്ട് 3 lakh. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ബാലൻസുകൾ വരുന്നത് 1 lakh ആണ്. റിട്ടേൺ ഇൻവേർട്സ് 30,000 വരുന്നുണ്ട്. ഡിസ്കൗണ്ട് 5,000. ബാഡ് ഡെബ്റ്റ്സ് 15,000 വരുന്നുണ്ട്. ദെൻ ഇത് ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ക്ലോസിംഗ് ഡെബ്റ്റേഴ്സിൻ്റെ ഫിഗർ 2 lakh കിട്ടുന്നത്. ഇതാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഡെബ്റ്റേഴ്സ് സിസ്റ്റത്തിലെ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. സംടൈംസ് കമ്പനി വാണ്ട്സ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ഓൺ സ്റ്റോക്ക് ആൻഡ് ടു ഹൈഡ് ഇറ്റ്സ് പ്രോഫിറ്റ് മാർജിൻ ഫ്രം ബ്രാഞ്ച് എംപ്ലോയീസ്. ചില സമയത്ത് കമ്പനി അതിന് എഫക്റ്റീവ് കൺട്രോൾ സ്റ്റോക്കിൽ കൊണ്ടുവരുന്നതിനായിട്ട് പ്രോഫിറ്റ് മാർജിൻ ഹൈഡ് ചെയ്യാറുണ്ട്. അതായത് ബ്രാഞ്ച് എംപ്ലോയീസിൽ നിന്ന് പ്രോഫിറ്റ് മാർജിൻ ഹൈഡ് ചെയ്യുന്നു. ഇൻ സച്ച് കേസസ് ഹെഡ് ഓഫീസ് സെൻഡ് ഗുഡ്സ് ടു ദി ബ്രാഞ്ച് ഓൺ ദ ഇൻവോയ്സ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇത്തരമൊരു കേസിൽ ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കില്ല, ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. ഇൻ ദ ഇൻവോയ്സ് പ്രൈസ് ദർ ആർ 2 prices ഇൻക്ലൂഡ്. ഇൻവോയ്സ് പ്രൈസിൽ പ്രധാനമായും 2 prices ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. One is cost price and second is a profit percentage. ഇൻവോയ്സ് പ്രൈസിൽ 2 prices ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പറഞ്ഞു. ഒന്ന് കോസ്റ്റ് പ്രൈസും രണ്ടാമത് പ്രോഫിറ്റ് പെർസെൻറ്റേജുമാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് ഇൻവോയ്സ് പ്രൈസ് ഇസ് ദ ലോഡിംഗ് ഓർ പ്രോഫിറ്റ് ആഡഡ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലോഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡഡ് ആയിട്ട് കാണിക്കുന്നത്. Under invoice price method, goods supplied to branch, goods returned by branch, opening and closing stock are all recorded at the invoice price. And finally, the load is removed by passing adjusting entries. ഈ ഒരു ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സപ്ലൈ ചെയ്തത്, ബ്രാഞ്ചിൽ നിന്ന് റിട്ടേൺ വന്ന ഗുഡ്സ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയവയെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. അവസാനമായിട്ട് ഇത്തരത്തിൽ വന്ന ലോഡുകൾ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ദി എൻട്രീസ് ആസ് പാസ്ഡ് അണ്ടർ കോസ്റ്റഡ് പ്രൈസ് മെത്തേഡ്, ദ ഫോളോയിങ് അഡ്ജസ്റ്റഡ് എൻട്രീസ് ആർ ഓൾസോ വിൽ ബി പാസ്ഡ് ഇഫ് ദ ഗുഡ്സ് ആർ സപ്ലൈഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇത്തരത്തിൽ ഇൻവോയ്സ് പ്രൈസിൽ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിനെ താഴെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രീസ് കൂടാതെ അഡീഷണലായി വരുന്ന എൻട്രീസ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന്. ഫസ്റ്റ് കേസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ചാണ്. അതിൽ എൻട്രി വരിക സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടാണ്. നെക്സ്റ്റ് ഫോർ റിമൂവിംഗ് ലോഡിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഫോർ റിമൂവിംഗ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. നെക്സ്റ്റ് ഫോർ അഡ്ജസ്റ്റിംഗ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൻ്റെ എൻട്രി വരിക ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു സ്റ്റോക്ക് റിസർവ്സ് അക്കൗണ്ടാണ്. Under invoice price method, the branch account will appear as follows. Invoice price methodലെ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർമാറ്റിലാണ്. ഏതൊക്കെ ഐറ്റംസ് ആണ് വരെ നോക്കാം. ബ്രാഞ്ച് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം, അസറ്റ്സ് ഇൻ ദ ബിഗിനിങ്. സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, ഡെബ്റ്റേഴ്സ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് അക്കൗണ്ട്, എനി അതർ അസറ്റ് അക്കൗണ്ട്, to goods and to branch account at invoice price, to bank account, expense paid by the head office, to stock reserves account, and loading in closing stock.
നെക്സ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ലോഡിംഗ് ഇൻ റിട്ടേൺസ് ഫ്രം ബ്രാഞ്ച്. ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ലയബിലിറ്റീസ് ഇൻ ദ ബിഗിനിങ് ഇഫ് എനി ഉണ്ടെങ്കിൽ അത് ചെയ്താൽ. ആൻഡ് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് സെയിൽസ് റിസീവ്ഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ദാറ്റ് മീൻസ് റിട്ടേൺസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ്സ് അക്കൗണ്ട്, ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബൈ ബാലൻസ് ക്യാരി ഡൗൺ സ്റ്റോക്ക് അക്കൗണ്ട് ഇൻവോയ്സ് പ്രൈസിലാണ് എഴുതുക. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് അക്കൗണ്ട് തുടങ്ങിയവയുടെ ക്ലോസിംഗ് ബാലൻസും ഇനി അതർ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും. നെക്സ്റ്റ് ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, പ്രോഫിറ്റ് ആണെങ്കിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഡെബിറ്റ് സൈഡിലും എഴുതും. ഇങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ട് വരുന്നത്. ഒരു നോട്ട് നൽകിയിട്ടുണ്ട്. ദ ബാലൻസ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫർ ടു ദ ക്രെഡിറ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇത്തരത്തിൽ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സെൻഡ് ചെയ്ത ഗുഡ്സിൻ്റെ ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് ആൻ അസറ്റ് വിച്ച് വിൽ ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് branch stock reserves account will be shown as a deduction from the branch stock account. അതായത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലെ എന്നത് ഒരു അസറ്റ് ആയതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിലും, ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്ന് റിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇൻ ദ നെക്സ്റ്റ് ട്രേഡിംഗ് പീരീഡ് ബോത്ത് ദ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ്സ് അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. നെക്സ്റ്റ് ട്രേഡിംഗ് പീരീഡിലെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡിലെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടും കൂടാതെ ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ്സ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രോബ്ലം നോക്കാം. ജനറൽ മർച്ചൻറ്റ്സ് ലിമിറ്റഡ് കാൺപൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് അലഹബാദ്. ജനറൽ മർച്ചൻറ്റ്സ് ലിമിറ്റഡ് കാൺപൂറിന് അലഹബാദിലെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് ടു ദ ബ്രാഞ്ച് അറ്റ് എ കോസ്റ്റ് പ്ലസ് 25%. ഗുഡ്സ് ഇൻവോയ്സ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് കോസ്റ്റ് അതിനോട് കൂടെ 25% ആഡ് ചെയ്തിട്ടാണ്. ദെൻ ബ്രാഞ്ച് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ് എവറി ഡേ ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വിത്ത് ബാങ്ക്. അതായത് ബ്രാഞ്ചിനോട് ഹെഡ് ഓഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ദിവസത്തെയും ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന്. ഓൾ എക്സ്പെൻസസ് ആർ പെയ്ഡ് ത്രൂ ചെക്സ് ബൈ ദ ഹെഡ് ഓഫീസ് എക്സെപ്റ്റ് പെറ്റി ക്യാഷ് എക്സ്പെൻസ് വിച്ച് ആർ പെയ്ഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ. എല്ലാ എക്സ്പെൻസുകളും ചെക്ക് വഴിയാണ് ഹെഡ് ഓഫീസ് പെയ്ഡ് ചെയ്യുന്നത്. എന്നാൽ പെറ്റി ക്യാഷ് എക്സ്പെൻസുകൾ മാത്രമാണ് ബ്രാഞ്ച് മാനേജർ പെയ്ഡ് ചെയ്യുന്നത്. പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഓൾസോ. നമ്മളോട് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡ് ഓഫീസിലെ താഴെ പറഞ്ഞ ഇൻഫോർമേഷൻസ് ഉൾപ്പെടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Stock at invoice price on 1st April 2024, 82,000. Stock at invoice price on 31st March 2025, 96,000. അത് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസിൽ തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 1st April 2024, 31,700. ആൻഡ് ഡെപ്റ്റേഴ്സ് ഓൺ 31st March 2025, 42,150. ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസുകൾ തന്നിട്ടുണ്ട്. ഫർണിച്ചർ ഓൺ 1st April 2024, 23,400. ക്യാഷ് സെയിൽസ് 4,30,000 വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് 3,72,100. ഗുഡ്സ് ഇൻവോയ്സ് ടു ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ്. ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 1st October 2024 ബൈ ബ്രാഞ്ച് 6,28,000. Manager payment having been made out of cash sales and collection from debtors expense paid by the head office 202,500. Expense paid by the head office 1,32,000. Petty expenses paid by branch 10,450. ഇങ്ങനെയാണ് ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് പ്രൊവൈഡഡ് ഓൺ ബ്രാഞ്ച് ഫർണിച്ചർ 10% per annum ഓൺ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫർണിച്ചറിൻ്റെ മുകളിൽ 10%. നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് അലഹബാദ് ബ്രാഞ്ച് അക്കൗണ്ടാണ്. ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോ ഡൗണിൽ ഏതൊക്കെ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് നോക്കുക. സ്റ്റോക്ക് 82,000, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 31,700, ഫർണിച്ചർ തന്നിട്ടുണ്ട് 23,400 ആണ്. ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസുകൾ 1,37,100 ആണ്. നെക്സ്റ്റ് ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തത് 6,28,000 ആണ്. ടു ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസ് പെയ്ഡ് ചെയ്തത് 1,32,000 ആണ്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ്സ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് വരുമ്പോൾ 1,09,200 ആണ് വരുന്നത്. നെക്സ്റ്റ്
ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ടു ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ്സ് ലോഡിങ്ങിന് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ് 16 lakh and 400 ആണ് വരുന്നത്. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ ബ്രാഞ്ച് 7,50,000 വരുന്നുണ്ട്. ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വരുന്നുണ്ട്. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആ ലോഡിംഗ് ആയിട്ട് വരുന്നതാണ് 1,25,600. ബാലൻസ് ക്യാരി ഡൗൺ അത് ക്ലോസിംഗ് ബാലൻസുകളായിട്ടുള്ള സ്റ്റോക്കിൻ്റെ 96,000, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 42,150, ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 23,435 ടോട്ടൽ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസുകൾ 1,61,585 കിട്ടും. ഇതിൻ്റെ ബാലൻസ് ഫിഗർ പ്രോഫിറ്റാണ് വരുന്നത്. ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,37,285 കിട്ടും. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. വർക്കിംഗ് നോട്ടിലുണ്ട് ഇഫ് കോസ്റ്റ് ഓഫ് 100 പ്രോഫിറ്റ് ഈസ് 25, അതായത് കോസ്റ്റ് 100 ആണെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 ആണ്. ഹെൻസ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 125 ആണ്. അതായത് 100 കോസ്റ്റും പ്രോഫിറ്റ് 25ഉം ആഡ് ചെയ്തിട്ട് 125 ആണ് ഇൻവോയ്സ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് പ്രൈസിനോട് കൂടെ പ്രോഫിറ്റ് നിശ്ചിത പെർസെൻറ്റേജ് ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ദെൻ ലോഡിംഗ് വിൽ ബി 25 by 125 പറയുമ്പോൾ 20% ആണ് ഇൻവോയ്സ് പ്രൈസ് കാണുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോഡിംഗ് ഇൻ സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിൻ വരുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000 മുകളിൽ 20% ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 16,400 അങ്ങനെയാണ് കിട്ടുന്നത്. ലോഡിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് 96,000 ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ 20% കാണുമ്പോൾ 1,92,000. അതായത് 20% ആണ് നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോഡിംഗ് ഓൺ ഗുഡ്സ് ഓൺ സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്ത ഗുഡ്സിൻ്റെ കാണുമ്പോൾ 6,28,000 മുകളിൽ ഇൻവോയ്സ് പ്രൈസ് ആയിട്ടുള്ള 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,25,600 കിട്ടും. നെക്സ്റ്റ് വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കളക്ഷൻ ഫ്രം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ബാലൻസ് വരുന്നത് 31,700 ആണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്. ക്ലോസിംഗ് ബാലൻസ് 42,150 വരുന്നുണ്ട്. കൂടാതെ ക്രെഡിറ്റ് സെയിൽ നടന്നിട്ടുണ്ട് 3,72,100 ആണ് ക്രെഡിറ്റ് സെയിൽ നടന്നിട്ടുള്ളത്. ഇത് ബൈ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ബൈ ബാങ്ക് വന്നിട്ട് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ബാലൻസ് ഫിഗർ 3,61,150 കിട്ടും. ഇതാണ് ബാലൻസ് വരുന്നത്. നെക്സ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ ബ്രാഞ്ച് വിത്ത് ബാങ്ക് ആണ്. ക്യാഷ് സെയിൽസ് 4,01,300 നടന്നിട്ടുണ്ട്. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മൾ ബാലൻസ് ഫിഗർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ് ഇവിടെ എഴുതുക 3,61,650. അതിൽ നിന്ന് ലെസ് ഫർണിച്ചർ പർച്ചേസ്ഡ് 2,500ഉം പെറ്റി എക്സ്പെൻസസും 10,450 ലെസ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് 12,950 ആണ് ലെസ് ചെയ്യേണ്ടത്. ദെൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ ദ ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു 7,50,000 കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫർണിച്ചർ ഓൺ 31 March 2025 ആണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ 1 April 2024 23,400 പർച്ചേസിങ് ഫിഗർ വരുന്നത് ഫർണിച്ചറിൻ്റെ. അത് എഴുതുക. അതിനോട് കൂടെ ആഡ് അഡീഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ 2,500 അഡീഷൻ വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 25,900 കിട്ടും. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ പർച്ചേസിങ് ഫിഗർ ആയിട്ടുള്ള 23,400 മുകളിൽ 10% 12 monthsിലേക്കും. ഫർണിച്ചർ അഡീഷനായിട്ട് വന്നത് 2,500 ആണ്. 10% 6 monthിലേക്കാണ് വേണ്ടത്. അത് ഏപ്രിലാണ് പർച്ചേസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. October 1 പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 months ആണ് വരുന്നത്. ദെൻ 125 ഫർണിച്ചർ കാണും. ദെൻ ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ടത് 2,465 ആണ്. അത് ലെസ് ചെയ്യുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫർണിച്ചർ വരുന്നത് 23,435 ആണ്. നെക്സ്റ്റ് നമുക്ക് മെയിൻ മെത്തേഡായിട്ടുള്ള സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം നോക്കാം. ആസ് വി ഹാവ് സ്റ്റഡീഡ് ഏർലിയർ ഇൻ ദ ഡെപ്റ്റർ സിസ്റ്റം ഓൺലി ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ബ്രാഞ്ച്. നമ്മൾ മുന്നേ പഠിച്ച പ്രകാരം ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ബ്രാഞ്ചിന് സംഭവിച്ചിരിക്കുന്നതെന്ന് തീരുമാനിക്കാൻ അസർട്ടൈൻ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടുള്ളൂ. അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് വൺ ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ സെവറൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് ഓഫ് ദി ബ്രാഞ്ച്. എന്നാൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിലെ ബ്രാഞ്ച് അക്കൗണ്ടിന് പകരം പല അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ സെവറൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് ഓഫ് ദി ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൻ്റെ വിവിധ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് വിവിധ അക്കൗണ്ട്സ് ഈ ഒരു സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദ വേരിയസ് അക്കൗണ്ട്സ് ടു ബി പ്രിപ്പയർഡ് ആർ താഴെ പറയുന്ന അക്കൗണ്ട്സ് ആണ് ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത്.
First one, branch stock account. Next, branch debtors account, branch expense account, branch adjustment account, goods sent to branch account, branch cash account, branch fixed asset account, and branch profit and loss account. ഇത്രയും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. This system is used when goods are sent to branch at invoice price and the size of the branch is large. ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലെ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് അയക്കുന്ന സിറ്റുവേഷനിലും ഒരു ബ്രാഞ്ച് ലാർജ് സൈസുള്ളതാവും ചെയ്യുമ്പോഴാണ്. അതായത് ലെറ്റ് us now study the working of each account opened by head office under stock and debtor system. ഈ ഒരു സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിന് കീഴിൽ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ ഈ അക്കൗണ്ട്സും നമുക്കിവിടെ താഴെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ഷോസ് ഓൾ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഗുഡ്സുമായി സ്റ്റോക്കുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസും ഈ ഒരു അക്കൗണ്ടിൽ കാണിക്കുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓപ്പണിംഗ് വാല്യൂ ഓഫ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആൻഡ് സെയിൽസ് റിട്ടേൺസ് ഇഫ് എനി. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് വാല്യൂ ഓഫ് സ്റ്റോക്കും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആൻഡ് സെയിൽസ് റിട്ടേൺസ് തുടങ്ങിയവയാണ്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ സെയിൽസ്, that means cash sales and credit sales, returns of goods to head office, normal loss if any and closing stock at branch. എന്നാൽ ഈ ഒരു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് ആൻഡ് നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് എന്നിവയാണ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. ഓൾ ദീസ് ഐറ്റംസ് ആർ റെക്കോർഡഡ് അറ്റ് ദ ഇൻവോയ്സ് പ്രൈസ്. ഈ ഐറ്റംസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. ഹെൻസ് if the figure of any of these items is given at cost, the same should be converted into invoice price before recording it in the branch stock account. എന്നാൽ ഏതെങ്കിലും ഒരു ഫിഗർ കോസ്റ്റ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഇൻവോയ്സ് പ്രൈസിലേക്ക് അത് കൺവേർട്ട് ചെയ്ത ശേഷമാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. നോർമലി ദ ടോട്ടൽ ഓൺ ടു സൈഡ് ഓഫ് ദി അക്കൗണ്ട് മസ്റ്റ് ബി സെയിം. അതുകൊണ്ട് തന്നെ സെയിം ആയിരിക്കണം. In case there is a difference, it may be taken as either surplus or shortage. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് സർപ്ലസോ അല്ലെങ്കിൽ ഷോർട്ടേജ് ആയിട്ടാണ് കണക്കാക്കുക. ഇഫ് ദ ടോട്ടൽ ഡെബിറ്റ് ഈസ് മോർ ദാൻ ദ ടോട്ടൽ ക്രെഡിറ്റ്, ടോട്ടൽ ഡെബിറ്റ് സൈഡ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ ഡിഫറൻസ് ഈസ് സെയ്ഡ് ടു ബി ഷോർട്ടേജ്. അത്തരം ഡിഫറൻസിനെ ഷോർട്ടേജ് എന്നും, വിച്ച് ഈസ് പുട്ട് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ദ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ക്ലോസ് പ്രൈസ്. ആ ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പ്രൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇഫ് ദ ടോട്ടൽ ക്രെഡിറ്റ് ഈസ് മോർ ദാൻ ദ ടോട്ടൽ ക്രെഡിറ്റ്, അതായത് ടോട്ടൽ ക്രെഡിറ്റ് ടോട്ടൽ ഡെബിറ്റിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ ദ ഡിഫറൻസ് ഈസ് സെയ്ഡ് ടു ബി സർപ്ലസ്. ആ ഒരു ഡിഫറൻസിനെ പറയുന്നതാണ് സർപ്ലസ് എന്ന്. വിച്ച് ഈസ് പുട്ട് ഓൺ ദ ഡെബിറ്റ് സൈഡ്, അത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ആൻഡ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് കോസ്റ്റ് പ്രൈസ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദർ ഈസ് എ ലോഡ് ഓൺ ദിസ് സർപ്ലസ് ഓർ ഷോർട്ടേജ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു സർപ്ലസ് ആൻഡ് ഷോർട്ടേജിൽ. ആൻഡ് ദിസ് ഇസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ലോഡ് എമൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഫോളോയിങ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ലോഡ് ഓൺ സർപ്ലസ് ഓഫ് സ്റ്റോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കോസ്റ്റ് ഓഫ് സർപ്ലസ് ഓഫ് സ്റ്റോക്ക്. ഇത്രയും ഐറ്റംസ് ഡെബിറ്റ് സൈഡിലും. ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, റിട്ടേൺസ് ഫ്രം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് ക്യാഷ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ക്യാഷ് സെയിൽസ്, branch debtors account, credit sales, branch adjustment account, normal loss at invoice price, branch adjustment account, load in shortage of stock, കൂടാതെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് തുടങ്ങിയ ഐറ്റംസും ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ക്ലോസിംഗ് ബാലൻസുകളും എഴുതും. ഇത്രയും ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും വരും. ഇങ്ങനെയാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് വെൻ ദ ബ്രാഞ്ച് സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ബ്രാഞ്ച് ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ് എക്സെട്രാ സോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഓപ്പണിംഗ് ബാലൻസുകളും ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സൈഡുകളുമാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ആൻഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ദം, സെയിൽസ് റിട്ടേൺസ്, ബാഡ് ഡെപ്റ്റ്സ് എക്സെട്രാ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഡെപ്റ്റേഴ്സിന് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തത്, പിന്നെ സെയിൽസ് റിട്ടേണുകൾ,
ബാഡ് ഡെബ്റ്റ്സ് തുടങ്ങിയവ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫിഗേഴ്സ് ലൈക്ക് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എക്സെട്ര. ഈ ഒരു അക്കൗണ്ട് മെയിനായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് തുടങ്ങിയ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടെത്താൻ വേണ്ടിയാണ്. ഫോളോയിങ് ഈസ് ദ ഫോമാറ്റ് ഓഫ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് തന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിലെ ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതുക. നെക്സ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സെയിൽസ് തുടങ്ങിയ ഐറ്റംസ് ഡെബിറ്റ് സൈഡിലും, ക്രെഡിറ്റ് സൈഡിലെ ബൈ ക്യാഷ്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ദാറ്റ് മീൻസ് റിട്ടേൺസ് ബൈ ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് കെയർഡ് ഔട്ട്, ദാറ്റ് മീൻസ് ക്ലോസിംഗ് ബാലൻസുകൾ എഴുതുക. ഇത്രയും ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും വരും. ഇങ്ങനെയാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടാണ്. This account records all branch expenses such as bad debts, discount, salaries, rent, petty cash expenses, depreciation on branch fixed assets, etc. ഈ ഒരു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലെ എല്ലാ ബ്രാഞ്ച് റിലേറ്റഡ് എക്സ്പെൻസുകളും ആയിട്ടുള്ള ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട്, സാലറീസ്, റെൻറ്റ്, പെറ്റി ക്യാഷ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ ഐറ്റംസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ദിസ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഒരു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്ലോസ് ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ഫോളോയിങ് ഇസ് എ ഫോമാറ്റ്. താഴെ ഇതിന് ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എഴുതും. സാലറീസ്, റെൻറ്റ്, പെറ്റി എക്സ്പെൻസുകൾ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് ചെയ്ത് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ തുടങ്ങിയ ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് വരും. ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ബാലൻസ് ഫിഗർ ആയിട്ടുള്ള ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടും വരും. ഇത്ര ഐറ്റംസാണ് കോമൺലി വരുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർ ഫോർ അസർട്ടൈനിങ് ദി എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ബ്രാഞ്ച് ഓരോ പീരീഡിലും ഏൺ ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് അസർട്ടൈൻ ചെയ്യുന്നതിന്, തീരുമാനിക്കുന്നതിന് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ദിസ് ഈസ് ഡൺ ബൈ എലിമിനേറ്റിംഗ് ദ പ്രോഫിറ്റ് എലമെൻറ്റ് ഓർ ദ ലോഡിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച്. Goods sent to branch, less returns made by branch to head office, and in surplus or shortage in branch stock, etc. Surplus or shortage in branch stock കൂടാതെ ലെസ് റിട്ടേൺസ് മെയ്ഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച്, വാല്യൂ ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് തുടങ്ങിയവയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലോഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് എലമെൻറ്റുകളോ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. The balance of the account represents gross profit or loss, which is then transferred to branch profit and loss account. ഈ ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ ആയിരിക്കും. ഇത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡിലെ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ലോഡിംഗ് ഓൺ ഷോർട്ടേജ് ഓർ ലോസ്, സ്റ്റോക്ക് റിസർവ്സ്, ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺ ബൈ branch stock account, normal loss at invoice price, and branch profit and loss account, gross profit ആണെങ്കിൽ ഇത്രയും ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ലോഡിംഗ് ഓൺ സർപ്ലസ് ആൻഡ് സ്റ്റോക്ക് റിസർവ്, ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, ലോഡിംഗ് ഓൺ ഗുഡ്സ് ആൻഡ് തുടങ്ങിയ ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും വരും. ഇത്രയും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ എക്സാക്ട് വാല്യൂ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ടു ദി ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ എക്സാക്ട് വാല്യൂ എന്താണെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഫോർ ദിസ് the account is credited the value of goods and loading on goods returned and debited with the goods returned to head office and loading on goods and to branch. ഈ ഒരു പർപ്പസിനായിട്ട് ഈ ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് ലോഡിംഗ് ഓൺ ഗുഡ്സ് റിട്ടേൺ തുടങ്ങിയ ഐറ്റംസ് ആണ്. ഡെബിറ്റ് ചെയ്യപ്പെടുന്നത് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസും ആൻഡ് ലോഡിംഗ് ഓൺ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചും ആണ്. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ടു ബാലൻസ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ലോഡിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ട്രാൻസ്ഫർ ഫിഗർ. ഇത്രയും ഐറ്റംസ് ഡെബിറ്റ് സൈഡിലും. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ദാറ്റ് മീൻസ് ലോഡിംഗ് ഇൻ റിട്ടേൺസ് തുടങ്ങിയ ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും വരും. നെക്സ്റ്റ് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ആണ്. ഇഫ് ക്യാഷ് റിസീവ്സ് ആർ ഇമ്മീഡിയറ്റ്ലി റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് ആൻഡ് ക്യാഷ് ഇസ് സെൻഡ് ടു ദ ബ്രാഞ്ച് ഫോർ മീറ്റിംഗ് എക്സ്പെൻസസ്, branch cash account need not be opened.
This account is generally opened when the branch is allowed to hold cash and use it for branch expenses and remit the balance to head office after a certain interval. ഈ ഒരു അക്കൗണ്ട് നോക്കുമ്പോൾ ക്യാഷ് റിസീപ്റ്റ്സ് ഉടൻ തന്നെ ഹെഡ് ഓഫീസിലേക്ക് അയക്കുകയും എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിനായി ബ്രാഞ്ചിലേക്ക് പണം അയക്കുകയും ചെയ്താൽ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതില്ല. ബ്രാഞ്ചിനെ പണം കൈവശം വയ്ക്കാനും അത് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസുകളായിട്ട് ഉപയോഗിക്കാനും ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാനും ഒരു നിശ്ചിത ഇൻ്റർവെല്ലിന് ശേഷം ബാക്കി തുക ഹെഡ് ഓഫീസിലേക്ക് അയക്കാനും അനുവദിക്കുമ്പോഴാണ് സാധാരണയായി ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് പ്രോ ഡൗൺ ബാങ്ക് അക്കൗണ്ട് റെമിറ്റൻസ് ഫ്രം ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ദാറ്റ് മീൻസ് റിസീപ്റ്റ്സ് തുടങ്ങിയ ഐറ്റംസ് വരും. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്സ് അക്കൗണ്ട് ഇഫ് പർച്ചേസ്ഡ് ബൈ ബ്രാഞ്ച് ബൈ ബാങ്ക് അക്കൗണ്ട് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് കൂടാതെ ബാലൻസ് ക്യാരി ഡൗൺ ഇത്രയും ഐറ്റംസാണ് വരുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻസ് സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് അസറ്റ്സ്. ഓരോ ഫിക്സ്ഡ് അസറ്റ്സിനും ഓരോ അക്കൗണ്ട്സ് സെപ്പറേറ്റ് ആയിട്ട് ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യും. ദീസ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ ദ യൂഷ്വൽ മാനർ ഡെബിറ്റഡ് വിത്ത് ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് പർച്ചേസ് ഓഫ് അസറ്റ്സ് ഇഫ് എനി. ഈ അക്കൗണ്ട്സ് സാധാരണയായി ചെയ്യുന്ന പോലെ തന്നെ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് പർച്ചേസ് ഓഫ് അസറ്റ്സ് തുടങ്ങിയ വാല്യൂസ് ഡെബിറ്റ് ചെയ്യുകയും ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ദ ബാലൻസ് റെപ്രസെൻറ്റ്സ് ദ ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ്. ഇതിൻ്റെ ബാലൻസ് ആണ് അസറ്റ്സിൻ്റെ ക്ലോസിംഗ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോളോയിങ് ജേർണൽ ആർ മെയ്ഡ് റിലേറ്റഡ് ടു വേരിയസ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ അണ്ടർ ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിലുമായി റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്ന ജേർണൽ ആണ് ഉപയോഗിക്കുന്നത്. വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അതായത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് കാണും. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇതാണ് ജേർണൽ വരുന്നത്. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. റിസർവ് എൻട്രി വിൽ ബി പാസ്ഡ് ഫോർ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു റിസർവ് എൻട്രി എന്തായാലും പാസ് ചെയ്യും എന്നാണ് പറയുന്നത്. സെക്കൻഡ് കേസ് ഫോർ റിമൂവിങ് ലോഡിംഗ് വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിലേക്ക് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ വരുന്ന എൻട്രിയാണ്. ആൻഡ് ലോഡിംഗ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഫോർ റിമൂവിങ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ലോഡിംഗ് റിമൂവ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് റിസർവ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ദാറ്റ് മീൻസ് ലോഡ് എമൗണ്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സെക്കൻഡ് കേസ് ഫോർ റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ദർ ഇസ് ഓൾസോ ലോഡ് എമൗണ്ട് വരും ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഫോർ റിമൂവിങ് ലോഡിംഗ് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. Next case for removing loading in closing stock branch adjustment account debtor to stock reserve account. When sales are made by the branch, that is third case. For cash sales in cash account debtor to branch stock account. Credit sales in branch debtors account debtor to branch stock account. When cash received from debtors cash account debtor to branch debtors account. For discount allowed allowances and bad debts വരുമ്പോൾ entry വരുന്നത് branch expense account debtor to branch debtors account. Next step for goods returned to branch by customers or debtors. Branch stock account debtor to branch debtors account. For goods returned by branch debtors direct to head office, goods sent to branch account debtor. In cost price ലാണ് അത് കാണുക. Branch adjustment account loading amount to branch debtors account that is in invoice price. Second case ആണ് for normal loss of stock. Branch adjustment account debtor that is in invoice price to branch stock account. Next case for abnormal loss by fire, theft, natural calamities, etc., waste or leakage or shortage of stock. Branch adjustment account debtor, branch profit and loss account debtor to branch stock account, that is in invoice price. For surplus of stock, branch stock account in invoice price to branch adjustment account loading to branch profit and loss account, that in cost price. For branch expenses paid in cash, branch expense account debtor to cash account. Next entry വരുന്നത് for transfer of branch expenses. Branch expense transfer ചെയ്യുന്ന എൻട്രിയാണ്. branch profit and loss account debtor to branch expense account. Next for insurance claim recover ചെയ്യുന്നത് insurance claim account debtor to branch profit and loss account. Next for transferring gross profit of branch adjustment account debtor to general profit and loss account. Here there is a note for gross loss pass reverse entry. Gross loss ആണെങ്കിൽ general profit and loss account debtor to branch adjustment account എന്ന എൻട്രിയാണ് വരിക. അതായത് ഇതിന് തല തിരിച്ചൊരു എൻട്രി വരിക. നെക്സ്റ്റ് വരുന്നത് ഫോർ ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ഇത് വരുന്ന നോട്ട് വരുന്നത് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലോസ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവേഴ്സ് എൻട്രി വിൽ ബി പാസ്ഡ്. ഇതിൻ്റെ റിവേഴ്സ് എൻട്രിയാണ് ലോസ് ആണെങ്കിൽ വരുന്നത്. നെക്സ്റ്റ് ഫോർ ക്ലോസിംഗ് ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. Vinayak Traders Hyderabad opened a branch at Anandapur
and 1st 6th 2023 2023 ഹൈദരാബാദ് വിനായകർ ട്രേഡേഴ്സ് ഒരു ആനന്ദ്പൂരിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. ദ ഗുഡ്സ് വേർ സ്പെൻറ്റ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ദി ബ്രാഞ്ച് ഇൻ വോയ്സ് റെറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ബ്രാഞ്ച് വിച്ച് വാസ് 125% ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് എല്ലാ ഐറ്റംസും അയക്കുന്നത് സെൻഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. അതായത് 125 ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഫ്രം ഫോളോയിങ് ആർ ദ പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻസ് ഓഫ് ആനന്ദ്പൂർ ബ്രാഞ്ച്. താഴെ പറയുന്ന ഐറ്റംസ് ആണ് പറയുന്നത്. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് ടു ഹെഡ് ഓഫീസ് 2,80,800. സെയിൽസ് ക്യാഷ് സെയിൽ നടന്നിരിക്കുന്നത് 1,25,000 ആണ്. ക്രെഡിറ്റ് സെയിൽ 1,75,000. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,56,000. ഡിസ്കൗണ്ട് അലൗഡ് 4,000. സ്പോയിൽഡ് ക്ലോത്ത് ഇൻ ബേസ് റൈറ്റ് ഓഫ് ഇൻവോയ്സ് പ്രൈസ് 500 ആണ്. അതായത് ഡാമേജ് വന്നത് റിട്ടേൺ. ഗുഡ്സ് റിട്ടേൺ ബൈ ഡെപ്റ്റേഴ്സ് ടു ബ്രാഞ്ച് 5,000. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ സാലറീസ് ആയിട്ട് 3,000 പോയിന്റ്. ഫ്ലൈറ്റ് ഔട്ട്വേർഡ് 11,000. അതർ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ഗോ ഡൗൺ റെൻറ്റ് 6,000 വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ചിൽ 20,000 ആണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഓൺ 13 June 2023 അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ക്ലോസ് സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് വരുന്നത് 55,500 ആണ്. അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ആനന്ദ്പൂർ ബ്രാഞ്ച് ഫോർ ദ ഇയർ എൻഡഡ് 36th 2020 ആൻഡ് പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ കീഴിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ബുക്സ് ഓഫ് വിനായകർ ട്രേഡ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടാണ് ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. ഇവിടെ വർക്കിംഗ് നോട്ട് വരുന്നുണ്ട്. ഹിയർ ഹെഡ് ഓഫീസ് ആൻഡ് ടു ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവോയ്സ് പ്രൈസ് 125 ഓഫ് ദി കോസ്റ്റ് പ്രൈസ് ആണെന്ന്. ഈ ഒരു പ്രോബ്ലത്തിൽ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ഇസ് ഗിവൺ അറ്റ് കോസ്റ്റ് പ്രൈസ് ദാറ്റ് ഈസ് 2,80,800 ആണ്. അതിൻ്റെ മുകളിൽ 125% വരുമ്പോഴാണ് 3,51,000 വരുന്നത്. അതായത് സോ ഇൻവോയ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു 2,80,800 ഇൻറ്റു 125 ഡിവൈഡഡ് ബൈ 100. ദെൻ വി ഗെറ്റ് ദ എമൗണ്ട് 3,51,000. നെക്സ്റ്റ് വരുന്നതാണ് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അത് റിട്ടേൺ വന്നിട്ടുണ്ട് 5,000. അത് എഴുതാം. ഇത്ര ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരിക ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ. ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അക്കൗണ്ട് സെയിൽസ് ക്യാഷ് നടന്നത് 1,25,000 ആണ് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതുക. ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 1,75,000 ആണ് ക്രെഡിറ്റ് സെയിൽ നടന്നിരിക്കുന്നത്. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അത് ലോഡിംഗ് ഓൺ അബ്നോർമൽ ലോസ് ആണ്. അതിൻ്റെ വർക്കിംഗ് നോട്ട് വന്നിട്ടുണ്ട്. സ്പോയിൽ ക്ലോത്ത് ഇൻ ബേസ് റൈറ്റ് ഓഫ് ഇൻ ട്രീറ്റഡ് ആസ് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് ഹിയർ ഇൻവോയ്സ് പ്രൈസ് 500 ആണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 100 ബൈ 125 ഇൻവോയ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു 400 ആണ് കിട്ടുന്നത്. ദെൻ ലോഡിംഗ് ഡിവൈസ് ചെയ്യുമ്പോൾ റിഡക്ട് ചെയ്യുമ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യണം. 500 മൈനസ് 400 ഈസ് ഈക്വൽ ടു 100. അങ്ങനെയാണ് 100 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വരുന്നത്. ലോഡിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ബൈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് ആണ് ഇത് വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം ജേർണൽ എൻട്രി വരുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ പറഞ്ഞിട്ട് 100 വരും. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ട് 400 വരും. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് 500 വരും. ഈ ഒരു എമൗണ്ട് അവിടെ വരും. നെക്സ്റ്റ് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തത് 5,55,000 വരും. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടാണ്. ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലോഡ് ഓഫ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരും. ലോഡ് ഓൺ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ഇസ് ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യണം. അത് 3,51,000 നിന്ന് 2,80,800 മൈനസ് ചെയ്യുമ്പോൾ 70,200 ആണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 3,51,000 കിട്ടും. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ടു ട്രേഡിംഗ് അക്കൗണ്ട് വേണം ബാലൻസ് ഫിഗർ നമുക്ക് ലഭിക്കും 2,80,800. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണിത്. ദെൻ ഈക്വൽ ആവും. നെക്സ്റ്റ് വരുന്നതാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 1,75,000 ആണ് നമുക്കറിയാം. ബൈ ക്യാഷ് അക്കൗണ്ട് 1,56,000. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 5,000 വന്നിട്ട് പറഞ്ഞു. ആൻഡ് ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. എക്സ്പെൻസ് ആണ് 4,000. ബാലൻസ് ക്യാരി ഡൗൺ 10,000 വരും. ഇങ്ങനെ അക്കൗണ്ട് ക്ലോസ് ആവും. നെക്സ്റ്റ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടാണ്. ബ്രാഞ്ചുമായി റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് ഇതിൽ കൺസിഡർ ചെയ്യുക. ടു ക്യാഷ് അക്കൗണ്ട് കൊണ്ട് സാലറി 3,000, ഫ്ലൈറ്റ് ഔട്ട്വേർഡ് 11,000, അതർ എക്സ്പെൻസസ് 6,000 ആൻഡ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡിസ്കൗണ്ട് അലൗഡ് 4,000. ഇത്രയും എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലും. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ഫിഗർ വരും ബൈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 24,000. ദെൻ ക്ലോസ് ഇറ്റ്. നെക്സ്റ്റ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലോഡ് ഓൺ അബ്നോർമൽ ലോസ് വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് സെക്കൻഡ്
കേസിൽ നമ്മൾ വർക്കിംഗ് നോട്ട് നോക്കിയിരുന്നു 100 rupees ആണ്. അതായത് ടു റിസർവ്സ് അക്കൗണ്ട് സ്റ്റോക്ക് റിസർവ്സ് അക്കൗണ്ട് ലോഡ് ഓൺ ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ലോഡ് ഓൺ ക്ലോസ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് വരിക. ഇവിടെ ഇൻവോയ്സ് പ്രൈസ് 5,55,000 ആണ്. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100/125 ഇൻവോയ്സ് പ്രൈസ് ലെസ് ചെയ്യുമ്പോൾ 44,400 ആണ് കോസ്റ്റ് പ്രൈസ് വരിക. ദെൻ ലോഡ് മൈനസ് ചെയ്ത് കളയുമ്പോൾ ലോഡ് ഈസ് ഈക്വൽ ടു 55,500 മൈനസ് 44,400 ഈസ് ഈക്വൽ ടു 11,100 ആണ് കിട്ടുക. ദെൻ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഗ്രോസ് പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ 59,000 വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വർക്കിംഗ് നോട്ടിൽ ലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് 3 കേസിൽ കിടക്കുന്നുണ്ട്. 17,200 ആണ്. ഇത് ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അക്കൗണ്ട് വരുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് 24,000 ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കോസ്റ്റ് ഓഫ് സ്പോയിലേജ് വരുന്നുണ്ട് 400. ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് ഡെബിറ്റ് സൈഡിൽ വരിക 34,000 6,000. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നുണ്ട് 59,000. ഇങ്ങനെയാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് സൈഡിൽ ലോസ് പ്രോഫിറ്റ് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് വരും. ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇഫ് ദർ ഈസ് എനി തെഫ്റ്റ് ഓർ സ്പോയിലേജ് ഓഫ് ഗുഡ്സ് അറ്റ് ബ്രാഞ്ച് ഷുഡ് ബി ട്രീറ്റഡ് ഇൻ അക്കൗണ്ട്സ് ഇൻ ദ സെയിം വേ ആസ് എ ഷോർട്ടേജ് ഓഫ് ഗുഡ്സ്. എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ സ്പോയിലേജോ എന്തെങ്കിലും നാശനഷ്ടം ഗുഡ്സിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഷോർട്ടേജ് ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കാണിക്കുക. ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ് അതിനും വരിക. ഇഫ് ഹവർ സം എമൗണ്ട് ഈസ് റിസീവ്ഡ് ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി ഫോർ സച്ച് അബ്നോർമൽ ലോസസ് ഓഫ് സ്റ്റോക്ക് ദ സെയിം വിൽ ബി ക്രെഡിറ്റഡ് ദി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്തരം നഷ്ടവുമായി ബന്ധപ്പെട്ട് സ്റ്റോക്കിൻ്റെ നഷ്ടവുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ക്ലെയിം റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു അബ്നോർമൽ ലോസുകൾ അസറ്റ്സിൻ്റെ ഈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതോടുകൂടി ഈ ചാപ്റ്ററോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.